അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താടാ അപ്പോൾ എല്ലാവർക്കും അറിയാം മഴക്കാലമൊക്കെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ടിപ്സുമായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് വാഹനമായിട്ട് പ്രത്യേകിച്ച് 2 വീലറുമായിട്ട് പുറത്തു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിലൊന്നാമത്തെ കാര്യം നമ്മുടെ സ്പീഡാണ്. മാക്സിമം 60 കിലോമീറ്ററിന് മുകളിൽ മഴയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വണ്ടി ഓടിക്കരുത്. കാരണം മഴയുള്ള സമയങ്ങളിൽ നമ്മൾ അർജൻറ്റായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ സ്കിഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വഴിയിൽ മണ്ണോ മറ്റോ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ചെളികളോ മറ്റോ പരന്ന് കിടക്കുകയാണെങ്കിൽ ആ സ്ഥലത്തൊക്കെ സ്ലോ ചെയ്തേ പോകാവൂ. കാര്യം സ്കിഡ് ചെയ്ത് വീഴാനുള്ള ചാൻസ് അധികമാണ്. എനിക്കും അങ്ങനെ ബിഗിനർ ടൈംസിൽ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മളെ വാഹനത്തിൻ്റെ ടയറാണ്. ഞാനിപ്പോൾ 2 ടയർ മാറിയതാണ്. അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കിടക്കുന്ന MRF സാപ്പറാണ്, ബാക്കിൽ അപ്പോളോ ആക്റ്റീവ് ഗ്രിപ്പുമാണ് കിടക്കുന്നത്. അപ്പോൾ നല്ല ടയർ ഉപയോഗിച്ച് നമ്മൾ ആ ടൈമിൽ സ്കൂട്ടറുമായിട്ട് പുറത്തു പോകാവൂ. അതല്ലാത്ത പക്ഷം നമ്മൾ നല്ല കെയർഫുൾ ആയിരിക്കണം. ഗ്രിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് വെറ്റ് റോഡിൽ നന്നായിട്ട് ഓടിക്കാൻ പറ്റത്തുള്ളൂ. അതുമാത്രമല്ല, ടയർ പ്രഷർ, ഈ മഴയുള്ള സാഹചര്യങ്ങളിൽ ടയർ പ്രഷർ ചെക്ക് ചെയ്യാതിരിക്കുക. അതായത് കുറച്ചത്തെ കാറ്റ് കുറഞ്ഞാലും വലിയ പ്രശ്നം ആക്കേണ്ടതില്ല. കാര്യം കാറ്റ് ശകലം കുറഞ്ഞിരുന്നാൽ ഗ്രിപ്പ് നമുക്ക് അധികം കിട്ടും. എന്ന് വെച്ച് കാറ്റ് നമ്മൾ മനഃപൂർവ്വം റെഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതേ പ്രഷർ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ ഈ കാര്യം പറയാനാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ നമ്മൾ 1 മിനിറ്റ് വീഡിയോസ്, അതായത് ഇപ്പോൾ സ്കൂട്ടർ ടിപ്സായിട്ട്, ബിഗിനർ ടിപ്സായിട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം 1 മിനിറ്റും 2 മിനിറ്റും ഒക്കെ വീഡിയോസ് മാക്സിമം പോകാറുള്ളൂ. പക്ഷേ പറയുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.